ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഴയും. ഇന്നൊരു സിമ്പിൾ കൂട്ടാനാണ് കേട്ടോ. മഴയത്ത് വളരെ സിമ്പിളായൊരു വെള്ളപ്പയർ കറിയാണ് കേട്ടോ. വെള്ളപ്പയർ വറ്റിച്ചത് അതെങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുപ്പ് തീ കത്തുണ്ട് കേട്ടോ. അതിന് ചെറിയ പുക വരുന്നുണ്ട്. അതാണ് സിമ്പിളായിട്ടുള്ള കറിയാണ്. കാരണം പണിയൊന്നുമില്ല കേട്ടോ. മഴയായ കാരണം വേണ്ടി പണിക്ക് പോകാനല്ല, പണിയില്ലാണ്ടാണ്. കണ്ണരി സവാള തോല് പൊളിച്ചോളൂ. കരിഞ്ഞു ഇത് കഴുകിയിട്ട് വരാട്ടോ. നമുക്ക് വെള്ളപ്പയറൊന്ന് വേവിക്കാൻ വെക്കാം. കുതിർത്തതാണ് കേട്ടോ. ഒരു 1/4 കിലോ പയറുണ്ട്. നന്നായി കഴുകി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4 വിസിൽ വരട്ടെ. നമുക്ക് പയർ വെന്താ നോക്കാം. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇരിക്കട്ടെ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി ഇതിലേക്ക് വലിയൊരു സവാള, കുറച്ച് കറിവേപ്പില, സവാള നന്നായി വാടി വരട്ടെ. സവാള വാടി വന്നു. ഇതിലേക്ക് വലിയ 2 തക്കാളി പഴുത്തത് കേട്ടോ. ജ്യൂസി തക്കാളി നന്നായി വഴണ്ട് വരട്ടെ. തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടാ. തീ കുറച്ച് വെക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പൊടികളൊന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്തു. ഇനി നമ്മൾ പയർ വേവിച്ച് കൊടുക്കാം കേട്ടോ. കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ. വറ്റിച്ച പയർ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പോരാട്ടോ. നന്നായി തിളക്കട്ടെ. നമ്മുടെ പയർ വേറെ തിളച്ചു വിട്ടാ ഓഫാക്കുക. അത്രേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണത്. ഇത് നല്ല കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ. പിന്നെ അത്ര ചാറില്ല. ഇതാണ് ഉണക്കപ്പയർ വറ്റിച്ചത്. വെക്കാത്തവർ വെച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ ചേർക്കട്ടെ കേട്ടോ. കുറച്ച് തേങ്ങ ചമ്മന്തി അരക്കണം. കുറേ ദിവസമായി എനിക്ക് തേങ്ങ ചമ്മന്തി വേണം പറഞ്ഞു. മഴ പെയ്തിട്ട് എന്തോ പോലെ. ഒന്നും പറയണ്ട. നല്ല മഴ കേട്ടോ. ഇന്നലെ തുടങ്ങി. ഇന്നലെ അല്ല, ഇന്നേക്ക് 4 ദിവസമായി മഴ അവിടെ. ഇന്നലെ പിന്നെ എന്താ നിന്നു? കുറച്ച് നേരം നിന്നു. പിന്നെ ഒന്ന് നേരം വെളുക്കുന്ന വരെ മഴയാണ്. കാലൊക്കെ കടയുന്നു. വല്ലാത്തൊരവസ്ഥ. എല്ലാം അവിടെ നനഞ്ഞിട്ട് പിപ്പിളിയായി. തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കട്ടോ. മുളക് ചൂടട്ടെ കേട്ടോ. കുത്താണ്. പോയി. പപ്പടക്കോല് കിട്ടിയ പിന്നെ
നല്ല കത്തുണ്ട് അടുപ്പാണ്. കത്തുന്ന അടുപ്പിലിട്ട് ചുട്ടരയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ്. തേങ്ങ ചമ്മന്തി നല്ല കത്തുണ്ട്. മുളക് ഇപ്പോൾ കത്തുവോ ചൂടാൻ പോയിട്ട്? മഴക്കാലത്തെ കനലിലാണ് ചുടേണ്ടത്. അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ സൂപ്പറാണ്. അയ്യോ, നിങ്ങൾ ചുടുമ്പോൾ കനലിൽ ചുട്ടാൽ മതി. അടുപ്പിൽ ഇതേപോലെ കൊണ്ട് കത്തിക്കരുത്. ഇത് ചിരട്ടിയിട്ടാണ് ചമ്മന്തി അരയ്ക്കാം. നമുക്ക് തേങ്ങ ചമ്മന്തി അരയ്ക്കട്ടാ. ഉണക്കമുളക് ചുട്ടത് കേട്ടോ, ഒരു 5 എണ്ണം, 3 ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് പുളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ മുറി തേങ്ങയും എല്ലാം കൂടി അരച്ചിട്ട് വരാം. ചമ്മന്തി അരച്ചു കേട്ടാ. സൂപ്പർ ചമ്മന്തി, നല്ല ചൊടി. ഗൈസ് ഇന്ന് വീണ്ടും പ്രാവ് വന്നു. കുറേ എണ്ണം മുകളിൽ നിൽക്കുന്നുണ്ട്. പൊട്ടു ഗൈസ്, പെട്ടു മച്ചു. നോക്ക്, മുകളിലാണ് കൂടുതൽ. അരി വേഗം കണ്ടില്ലേ? ഓടില്ല. ആ ഇപ്പൊ ഓടില്ല. അരിയാകുമ്പോ ഓടില്ല ഞങ്ങള്. ചോറാകുമ്പോ ഓടുന്നു. ഞങ്ങളൊക്കെ കുറച്ച് ഡിമാൻഡുള്ള ആൾക്കാരാ. ദിവസം വരൂട്ടാ. എന്താ രസല്ലേ. രാവിലെ ഒരു തീറ്റ കൊടുക്കലാണ്, എന്നിട്ടാ വീഡിയോ എടുക്കുള്ളൂ നമ്മള്. നിറച്ചോണ്ട് കത്ത് പറഞ്ഞാ ഇത് 2 പ്രാവശ്യം ചോറും കൊടുത്തു അരിയും കൊടുത്തുട്ടാ. ഉണ്ണി ഭക്ഷണം കഴിക്കണ്ട, സ്കൂളിൽ പോയാൽ ഇന്ന് ചോറാണ്. വേണ്ട, ചോറിൻ്റെ കൂടെ ചമ്മന്തി കൂട്ടിയിട്ട് ഉണ്ണി എങ്ങനെയുണ്ട്? ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്കൂളിൽ പോട്ടെ. ഉണ്ണിക്കൊരു സമ്മാനം കിട്ടിയിട്ടാ. അന്ന് മിനിഞ്ഞാന്ന് പരിസ്ഥിതി ദിനത്തിന് പ്ലക്കാർഡ് കൊണ്ടുപോയിട്ട് ഉണ്ണിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടാ. അടിപൊളി ക്യാമലിന്റെ ബോക്സ് ആണ് കേട്ടതാ. HM കൊടുത്തതാണ്. തുറന്നു കാണിച്ചു കൊടുക്കട. നല്ല ക്യാമലിന്റെ അടിപൊളിയായിട്ട്. ഉണ്ണി ആഗ്രഹിച്ചാണ് ഒരു ബോക്സ് വാങ്ങണമെന്ന്. അപ്പോഴേക്കും ഒരു ബോക്സ് കിട്ടി. ഒരെണ്ണം ഉണ്ട്, അത് 5-6 കൊല്ലമായതാണ്. അപ്പോൾ ഒരെണ്ണം പുതിയത് വേണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഒന്ന് കിട്ടി. അവള് വന്നത് അതാ പറയണേ. വേണ്ട, സൂപ്പർ സാധനം കേട്ടോ. ഒരു കൊടയും കിട്ടി, ബോക്സും കിട്ടിയില്ലുണ്ണി. സമ്മാനം ചെറുതാണെങ്കിലും വലിയ സന്തോഷം കേട്ടോ. ബോക്സ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ.